രാഹുൽ ഈശ്വറെ വീണ്ടും സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. രാഹുലിന്റെ ലാപ്ടോപ്പ് പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കും. രാഹുലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഹരിമോഹൻ വിവരങ്ങളുമായി. ഹരി, അറസ്റ്റിന് മുമ്പ്, കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുമ്പ് നാടകീയമായി ലാപ്ടോപ്പ് ഒളിപ്പിക്കുന്നുവെന്നൊക്കെ രാഹുൽ പറഞ്ഞത് എല്ലാവരെയും കാണിച്ചുകൊണ്ടാണ്. ഇപ്പോൾ ലാപ്ടോപ്പ് പിടിച്ചെടുത്തിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണോ രാഹുലിനെ? എപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കുക? സ്മൃതി 4 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ രാഹുൽ ഈശ്വർ തൈക്കാടുള്ള തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ഇവിടെ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ച ശേഷം വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി തുടർന്നായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. 2 മണിക്കൂറോളം നീണ്ടുനിന്ന തെളിവ് ശേഖരണമാണ് പൗടിക്കോണത്തെ രാഹുൽ ഈശ്വറിന്റെ വീട്ടിൽ വെച്ച് നടത്തിയത്. ആ വീട്ടിൽ നിന്നാണ് രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പ് കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ ഈ ലാപ്ടോപ്പ് പോലീസിന് ലഭിക്കാതിരിക്കാൻ വേണ്ടി രാഹുൽ ഈശ്വർ ഒളിപ്പിക്കുകയായിരുന്നു. അത് വീഡിയോയിലടക്കം വ്യക്തവുമാണ്. രാഹുൽ ഈശ്വർ തന്നെ ആ വീഡിയോ പിന്നീട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയുമുണ്ടായി. അതായത് താഴത്തെ നിലയിൽ പോലീസ് ഉദ്യോഗസ്ഥർ എത്തി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് രാഹുൽ ഈശ്വറിനോട് ആവശ്യപ്പെടുകയും പിന്നീട് ആ ലാപ്ടോപ്പ് ഹാജരാക്കണമെന്ന് പറയുകയും ലാപ്ടോപ്പ് ഇപ്പോൾ തന്റെ കയ്യിൽ ഇല്ല എന്നാണ് രാഹുൽ ഈശ്വറിന് മറുപടി നൽകുകയും ചെയ്തത്. തുടർന്നാണ് ഇത് ഒളിപ്പിച്ചത്. ആ ലാപ്ടോപ്പാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. അതിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. തെളിവുകൾ എന്ന് പറയുമ്പോൾ അതിജീവിതയ്ക്കെതിരെ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, ഒപ്പം തന്നെ അതിജീവിതയുടെ വ്യക്തിഗത വിവരങ്ങൾ വെളിപ്പെടുത്തിയത് ഒക്കെ തന്നെ പരിശോധിക്കുക. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിക്കുമോ എന്ന് നോക്കാനാണ് ഇപ്പോൾ സൈബർ പോലീസ് സംഘം കരുതുന്നത്. മാത്രമല്ല, ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. നിലവിൽ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഒരു ഐപാഡും കയ്യിലുണ്ട്. സൈബർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവ മൂന്നും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കും. കേസിലെ ഏറ്റവും നിർണായകമായ തെളിവുകൾ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഈ സൈബർ അധിക്ഷേപത്തിൽ കൃത്യമായ നടപടിയെടുക്കണം, കർശനമായ നടപടിയെടുക്കണം എന്നുള്ള നിർദ്ദേശം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് താഴെത്തട്ടിലേക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ എല്ലാവരെയും, അതായത് ഈ സൈബർ ഇടത്തിൽ അതിജീവിതയുടെ വ്യക്തിഗത വിവരങ്ങൾ പങ്കുവയ്ക്കുകയും അതിജീവിതയെ അപമാനിക്കുകയും അവഹേളിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ തെരഞ്ഞുപിടിക്കുക, അവരെ പ്രതി ചേർക്കുക, കേസെടുക്കുക, തുടർന്ന് ആവശ്യമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തുക തുടങ്ങിയ നടപടികളിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ പലതരത്തിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിമാരുടെ കീഴിൽ വിവിധ സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കണം എന്നുള്ളത് കൂടി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ ഒരു നേതാവിനെതിരെ, മഹിളാ കോൺഗ്രസ് നേതാവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെയായി പാലക്കാട് യൂട്യൂബർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. അതിനു പിന്നാലെയാണ് 5 പ്രതികൾ, അതായത് രാഹുൽ ഈശ്വറും സന്ദീപ് വാര്യരും അടക്കമുള്ള 5 പ്രതികളുടെ പേരിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആദ്യം ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളായിരുന്നു ചുമത്തിയിരുന്നെങ്കിലും പിന്നീട് തെളിവുകൾ ലഭിച്ചതിനെ തുടർന്നാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത്. അതായത് ലൈംഗിക ചുവയോടുകൂടി അതിജീവിതയെ അധിക്ഷേപിച്ചു എന്നുള്ള വകുപ്പാണ് പ്രതിയായിട്ടുള്ള രാഹുൽ ഈശ്വർ, ഈ കേസിലെ 5ാം പ്രതിയായിട്ടുള്ള രാഹുൽ ഈശ്വറിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോടതിയിൽ, അതായത് സെഷൻസ് കോടതിയുടെ പരിഗണനയിൽ രാഹുലിന്റെ ഒരു ജാമ്യാപേക്ഷയുണ്ട്. അതിനെ പൂർണ്ണമായിട്ടും എതിർത്തുകൊണ്ട് അതൊരു തെറ്റായ കീഴ്വഴക്കമായിരിക്കും, തെറ്റായ മാതൃകയായിരിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും പ്രോസിക്യൂഷൻ അതിനെ എതിർക്കുക എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇതുവരെ ലഭിച്ചിട്ടുള്ള തെളിവുകൾ കൂടി ഹാജരാക്കും. അതായത് ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒക്കെ തന്നെ ഭാഗമായിരുന്ന രാഹുൽ ഈശ്വർ അതിനകത്തൊക്കെ തന്നെ അതിജീവിതക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്, സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, വീഡിയോ നിരന്തരം ചെയ്യുന്നുണ്ട്. അതായത് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലം രാഹുലിന്റെ ഇന്നിപ്പോൾ തെളിവ് ശേഖരണം നടത്തിയിട്ടുള്ള ആ വീട്ടിൽ വെച്ചാണ്. അതിന്റെ മുകളിലത്തെ നിലയിൽ വെച്ചാണ്, 3ാമത്തെ നിലയിൽ വെച്ചാണ് രാഹുൽ ഇത്തരത്തിൽ വീഡിയോകൾ നിരന്തരമായി ചെയ്യാറുള്ളത്. അപ്പോൾ അവിടെ തന്നെ എത്തിക്കൊണ്ടുള്ള തെളിവ് ശേഖരണമാണ് അല്പസമയം മുമ്പ് പോലീസ് നടത്തിയിട്ടുള്ളത്. ആ വീഡിയോകളൊക്കെ തന്നെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ലാപ്ടോപ്പാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ആ ലാപ്ടോപ്പിൽ നിന്ന് മറ്റു വിവരങ്ങൾ, അതായത് ഈ പെൺകുട്ടിയുടെ ചിത്രങ്ങളടക്കമുള്ള വ്യക്തിഗത വിവരങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. അത് കോടതിക്ക് മുൻപാകെ കോടതിയെ ധരിപ്പിക്കും. അതായത് ഈ കുട്ടിയുടെ അല്ലെങ്കിൽ യുവതിയുടെ ഈ വിവരങ്ങളൊക്കെ തന്നെ ശേഖരിച്ചുകൊണ്ട് അതൊരു ഈ പറയുന്ന പ്രതികളെല്ലാവരും സംഘടിതമായിട്ടുള്ള ഒരു നീക്കം സൈബർ ഇടത്തിൽ നടത്തി എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ജാമ്യാപേക്ഷ തള്ളുന്നതിന് പര്യാപ്തമാണ് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ. ഇതിപ്പോൾ രാഹുൽ ഈശ്വർ സ്വന്തം നിലയ്ക്ക് ഇത്തരം വീഡിയോകൾ ഇടുകയാണോ? ഇതൊരു നിർദ്ദേശപ്രകാരമാണോ? ഇതിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ? അത്തരം പരിശോധനകളിലേക്ക് കൂടി സ്വാഭാവികമായി അന്വേഷണ സംഘം കടക്കുമല്ലോ, അല്ലേ?
തീർച്ചയായിട്ടും അത്തരം ചില സംശയങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇത് ഒരാളല്ല, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേർ മാത്രമല്ല, ഇത് ഒരുപാട് കേന്ദ്രങ്ങളിൽ നിന്ന് ഒരേ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ, ഒരേ രീതിയിൽ തന്നെയുള്ള പോസ്റ്റുകളൊക്കെ തന്നെ വരുന്നുണ്ട്. അതിൽ ഒരെണ്ണം മാത്രമാണ് രാഹുൽ ഈശ്വറിൻ്റേത്, അതിലൊരെണ്ണം മാത്രമാണ് ഈ ദീപ ജോസഫിൻ്റേത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഘടിത നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ ഒരു നിലവിലെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ഫോട്ടോ ലഭിച്ച ഇടം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സന്ദീപ് വാര്യരുടെ, കോൺഗ്രസ് KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്കിൽ കുറേ നാളുകൾക്ക് മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്ന ഒരു ഫോട്ടോയാണത്. ആ ഫോട്ടോ അവിടെ നിന്നും മറ്റുള്ളവർ എടുക്കുകയായിരുന്നു. പക്ഷേ ആ ഫോട്ടോ പുറത്തേക്ക്, അതായത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചതിൽ സന്ദീപ് വാര്യർക്ക് പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. അത് തന്നെയാണ് പിന്നീട് രാഹുൽ ഈശ്വറും അത് പങ്കുവെക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പലയിടങ്ങളിലും വീഡിയോയിലടക്കം സംസാരിച്ചതും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇവർ പരസ്പരം പങ്കുവെച്ചിരുന്നു, ഈ കാര്യങ്ങളെല്ലാം ഇവർ സംസാരിച്ചിരുന്നു എന്നതടക്കമുള്ള ചില തെളിവുകൾ കൂടി ശേഖരിക്കാനാണ് പോലീസിന്റെ നീക്കം. അത് അന്വേഷണത്തെ അല്ലെങ്കിൽ കേസിനെ വലിയ രീതിയിൽ ബലപ്പെടുത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇത് ഒറ്റക്കൊറ്റക്കായി ചെയ്ത കാര്യങ്ങളല്ല എന്ന് തന്നെയുള്ള നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള ഒരു നീക്കത്തിലേക്ക് കൂടി പോലീസ് കടക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഈ വ്യക്തിഗത വിവരങ്ങൾ പങ്കുവെച്ചത് അല്ലെങ്കിൽ സ്വകാര്യ ഇടത്തിൽ പങ്കുവെക്കുക, ഒപ്പം തന്നെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ചില പോസ്റ്റുകൾ ഇടുക, വീഡിയോകൾ ചെയ്യുക, അതുപോലെ ലൈംഗിക ചുവയോടുകൂടി അതിജീവിതയെ അധിക്ഷേപിക്കുക തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളതെങ്കിൽ ഇനിയിപ്പോൾ അന്വേഷണത്തിൽ തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ചുമത്താനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അതിനുവേണ്ടിയുള്ള നീക്കത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനുള്ള നിർദ്ദേശം കൃത്യമായി ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് താഴെത്തട്ടിലേക്ക് ലഭിച്ചിട്ടുമുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്മൃതി, കൂടുതൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഹരി മോഹനാണ് വിവരങ്ങൾ നൽകിയത്.